നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നെക്സ്റ്റ് വീക്കിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏതാനും ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ നിഫ്റ്റിയുടെ ചാർട്ട് അനാലിസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വീക്കിലി ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡിലാണ് നിഫ്റ്റി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് വീക്കിലെ 2 ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ബുള്ളിഷ്നെസ് ഉണ്ട്. താഴെ നിന്ന് ഒരു സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ശരിയായ രീതിയിൽ സപ്പോർട്ട് എടുത്ത് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഡെയിലിയിലും ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ശേഷം ആ ഒരു ലാസ്റ്റ് ഡേ ക്യാൻഡിൽ ഒരു ബുള്ളിഷായിട്ട് അതിന് പുറത്തോട്ട് ഇറങ്ങാൻ നോക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു മൂവ്മെൻ്റ് ആണെങ്കിലും തന്നു കഴിഞ്ഞാൽ നിഫ്റ്റി ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്കാണെങ്കിലും 25,000-ലേക്കാണെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് കുറച്ച് സ്റ്റോക്കുകൾ നല്ലൊരു പെർഫോമൻസ് തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്കാണ് വെൽകോർപ്പ്. ഞാൻ മന്ത്ലി ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ മന്ത്ലി ചാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സ്റ്റോക്ക് 2008 കാലഘട്ടത്തിൽ ഈ ഒരു 500-520 റീജിയനിൽ നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് എടുത്തിരുന്നു. ആ ഒരു റീജിയൻ ഇവിടെ നമുക്ക് ബ്രേക്കൗട്ട് ഈ ഒരു വർഷം നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ മന്ത്ലിയിൽ നമുക്ക് ഈ ഒരു റീജിയൻ ബ്രേക്കൗട്ട് തന്നു. അതിനുശേഷം നല്ലൊരു കൺസോൾട്ടേഷൻ, അതിനുശേഷം അത് മുകളിലേക്ക് കയറുന്നു. അപ്പം ഈ ഒരു റാലി ഒരുപക്ഷെ ഇവിടെ നിന്ന് ഇനിയും കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ട്. നമുക്ക് ഇത് വീക്കിലേട്ടും കൂടെ നോക്കാം. വീക്കിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ആ ബ്രേക്കൗട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു റീജിയനിൽ നല്ലൊരു റെസിസ്റ്റൻസ് എടുത്തു. ആ ഒരു റീജിയൻ ബ്രേക്കൗട്ട് തന്നു. അതിനുശേഷം അത് റീടെസ്റ്റിന് വേണ്ടി വന്നു. അതിനുശേഷം ഒരു വീക്കിലിയിൽ ക്ലിയർ ആയിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് ബ്രേക്കൗട്ട് വരുന്നു. അതിനൊപ്പം തന്നെ നല്ല വോളിയം വരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ഈ ഒരു സ്റ്റോക്ക് പോസിറ്റീവാണ്. നമുക്ക് നിഫ്റ്റി ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് സപ്പോർട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് നല്ല രീതിയിലുള്ള പെർഫോമൻസ് തരാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇതാണ് ഒരു പിക്ക്. നമുക്ക് ഡെയിലിയിലായിട്ടാണെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു സ്റ്റോക്ക് ഇവിടെ നല്ലൊരു കൺസോൾട്ടേഷൻ, അതിനുശേഷമാണ് പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു റീജിയനിൽ തന്നെ നമുക്ക് എസ് എൽ ഇടാം. ഈ ഒരു റീജിയനിൽ ഏകദേശം ഒരു 640-30 റീജിയനിൽ നമുക്ക് എസ് എൽ ഇടാം. അപ്പോൾ നമുക്ക് ഏകദേശം 70 രൂപയുടെയാണ് എസ് എൽ വരുന്നത്. അപ്പോൾ നമുക്ക് ടാർഗറ്റായിട്ട് നമുക്ക് ഏകദേശം 1:2 മിനിമം ടാർഗറ്റ് വെച്ച് തന്നെ മുമ്പോട്ട് പോകാം. ഏകദേശം 140 രൂപയാണ് നമ്മുടെ 130-140 രൂപയുടെ ടാർഗറ്റ് വെച്ച് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു സ്റ്റോക്സ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, ഇതിനകത്ത് എങ്ങനെയാണ് ടെക്നിക്കൽ അനാലിസിസ് നടത്തുന്നതെന്നൊക്കെ ഉള്ളത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്വിംഗ് ട്രേഡിംഗ് കോഴ്സ് ഫ്രീ ആയിട്ട് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റ് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബ്രേക്കൗട്ട് ഫെയിൽ ആകുവാണെങ്കിൽ എസ് എൽ കൊടുത്ത് തന്നെ എക്സിറ്റ് ആകുക, പുതിയ എൻട്രി എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഒരിക്കലും എസ് എൽ ഫെയിൽ ആയതിനു ശേഷം പിടിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. ഓക്കെ, നമുക്ക് സാധ്യതകൾ കൂടുതലുള്ള സ്റ്റോക്കുകളിലാണ് സ്വിംഗ് ട്രേഡിംഗ് എടുക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റോക്ക് ഇതാണ്, എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് അതിമനോഹരമായിട്ടുള്ള പോസിറ്റീവ് ട്രെൻഡാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു കൺസോൾട്ടേഷൻ, അതിനുശേഷം അത് വീണ്ടും റീടെസ്റ്റിന് വരുന്നു. അതിനുശേഷം ഡെയിലിയിൽ നമുക്കൊരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ, നല്ലൊരു വോളിയത്തോടു കൂടി, ഒപ്പം തന്നെ നമുക്ക് നല്ലൊരു മൂവിങ് ആവറേജിൻ്റെ സപ്പോർട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈയുടെ മുകളിൽ ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് കുറച്ച് നേരമെങ്കിലും ട്രേഡ് ചെയ്ത് സർവൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ നമുക്ക് എൻട്രി എടുക്കാം. അതിനുശേഷം ഈ ഒരു 900 റീജിയൻ, ഈ ഒരു ക്യാൻഡിലിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ എസ് എൽ വെക്കാം. ഒരിക്കലും ഒന്ന് ടച്ച് ചെയ്യുന്നതിനല്ല, ഒന്ന് ക്ലോസിംഗ് ബേസിസിൽ നമുക്ക് എസ് എൽ വെച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ടാർഗറ്റ് 1:2 തന്നെ വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 0 ബ്രോക്കറേജ് ഉള്ള ബ്രോക്കേഴ്സ് ആണ് ഏറ്റവും നല്ലത്. അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോം ഏഞ്ചൽ വണ്ണിൻ്റെയാണ്. ഇതിൻ്റെ അകത്ത് നല്ല ഒരു ടെക്നിക്കൽ ചാർട്ടും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏഞ്ചൽ വണ്ണിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായും സൗജന്യമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കും. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിലും ജോയിൻ ചെയ്ത് കൂടുതലായിട്ട് അക്കൗണ്ട് ഓപ്പണിംഗ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓരോരുത്തരും ഓരോ മെത്തേഡ് ചെയ്യുന്നതനുസരിച്ച് അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രീമിയം ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി ചോദിക്കാം. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.